ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മളുടെ കഴിഞ്ഞ റെസിപ്പി പൈനാപ്പിൾ കേക്ക് ഒരുപാട് പേര് ട്രൈ ചെയ്തു, കസ്റ്റമേഴ്സിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. നല്ല സന്തോഷമുണ്ട് അതൊക്കെ കേട്ടപ്പോൾ. അപ്പോൾ ഇനി ആ വീഡിയോ കാണാത്തവരും അതൊന്ന് ഓടിപ്പോയി കണ്ടു നോക്കൂട്ടാ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 1/4 കപ്പ്, അതായത് 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 1 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുള്ളൂ, പക്ഷേ നിങ്ങൾ 3 പ്രാവശ്യമെങ്കിലും ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ എഗ് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി, പക്ഷേ അരിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അടുത്തതായി നമുക്ക് കേക്ക് ടീനൊന്ന് ഓയിൽ തടവി മൈദ തൂവി കൊട്ടിക്കളഞ്ഞിട്ട് റെഡിയാക്കി വെക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് എഗ്ഗ് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ളത് വലുതാണ് എന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഗ് വൈറ്റ് മാറ്റി വെച്ചിട്ട് എഗ് യോക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ടൊരു 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. നമ്മളുടെ കേക്കിന് മുട്ടയുടെ സ്മെല്ല് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. പലരുടെയും പരാതിയാണ് കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ടയുടെ സ്മെല്ല് വരണം എന്നുള്ളത്. അടുത്തതായി നമുക്ക് എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളുടെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ എഗ് യോക്കിൻ്റെ പാർട്ടിക്കിൾസ് ഒന്നും ഇല്ലാണ്ട് വേണം നമ്മൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാനായിട്ട്. മാത്രമല്ല ബൗളിലും ബീറ്ററിലും ഒന്നും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മളുടെ എഗ് വൈറ്റ് നന്നായിട്ട് പതിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇതാ നമ്മളുടെ എഗ് വൈറ്റ് നന്നായി പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പഞ്ചസാര അല്പാൽപ്പമായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊടിക്കാത്ത 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം ബീറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളെ പഞ്ചസാര മുഴുവനായിട്ട് എഗ് വൈറ്റിലോട്ട് നന്നായിട്ട് അലിയുള്ളൂ. അങ്ങനെ ഇതാ നമ്മളുടെ എഗ് വൈറ്റും പഞ്ചസാരയും കൂടെ ബീറ്റ് ചെയ്തിട്ട് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് എഗ് യോക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ 4 എഗ് യോക്കും ചേർത്ത് കഴിഞ്ഞ് നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതേപോലുള്ളൊരു സ്പാച്ചില വെച്ചിട്ട് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അടുത്തതായി നമുക്ക് പാലും ഓയിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതേ അളവിൽ അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് ഓയിലും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദയുടെ മിക്സിയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെക്കാം. ഈ പാലും ഓയിലും നമ്മളുടെ ബാറ്ററിൽ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യണേ കേട്ടോ. ഇനി അടുത്തതായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ് മിക്സിലോട്ട് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് അരിച്ച് വെച്ചിട്ടുള്ള മൈദയുടെ മിക്സിയിൽ നിന്ന് അല്പാൽപ്പമായിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതേപോലെ ഒരു ചെറിയ സ്പൂൺ യൂസ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ. നമ്മളുടെ ബാറ്ററിലോട്ട് ഒരിക്കലും മൈദയുടെ മിക്സ് അങ്ങനെ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്യരുത്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇട്ടിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്റർ ഭയങ്കരമായിട്ട് കട്ട കുത്തിപ്പോവും. അപ്പോൾ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് ശരിയായിട്ട് വരില്ല. ഇതുപോലെ അല്പാൽപ്പമായിട്ട് ഇട്ടിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളുടെ ബാറ്റർ കട്ട കുത്തില്ല. അതുപോലെ തന്നെ ചിലർ ചെയ്യുന്നത് കാണാം, മൈദ മിക്സ് ഇട്ടിട്ട് ബീറ്റർ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നത്. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് നന്നായിട്ട് പൊന്തി വരില്ല. അതിലെ എയർ ബബിൾസൊക്കെ പോയിട്ട് നമ്മുടെ കേക്ക് ശരിയായി കിട്ടില്ല.
ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന ടൈം തൊട്ടിട്ട് നമ്മൾ സ്പാച്ചുല തന്നെ യൂസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം. സ്പാച്ചുല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എഗ് വിസ്ക് വെച്ചിട്ടായാലും മിക്സ് ചെയ്യാം കേട്ടോ. മൈദ മിക്സ് ചേർക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെയും ഓയിലിൻ്റെയും മിക്സ് അല്പാൽപ്പായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് ഈ ഒരു സ്റ്റേജിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം നിർബന്ധമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചേർത്താലും മതി. കേക്കിനൊരു ഡാർക്ക് കളർ കിട്ടാനും കൊക്കോ പൗഡറിൻ്റെ സ്മെല്ല് ഇല്ലാണ്ടിരിക്കാനും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോഫി പൗഡർ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കാം കേട്ടോ. ഞാനിതിൽ ഒഴിച്ചിട്ടില്ല, ചേർത്താൽ നല്ലതാണ്. അങ്ങനെ ഇതാ നമ്മളുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിൽ ഇങ്ങനെ കോട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഈ ഒരു ടിന്നിൻ്റെ അളവിൽ കട്ട് ചെയ്തിട്ട് അത് താഴെ വെച്ച് കൊടുത്താലും മതി കേട്ടോ. കേക്ക് ഡീമോൾഡ് ചെയ്യുന്ന ടൈമിൽ കേക്ക് ടിന്നിനെ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കേക്ക് ടിന്നൊക്കെ ഗ്രീസ് ചെയ്യുന്നത് കേട്ടോ. ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് കേക്ക് ടിന്നൊന്ന് തട്ടി എയർ ബബിൾസൊക്കെ കളഞ്ഞതിന് ശേഷം 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലോട്ട് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മളുടെ ബ്ലാക്ക് ഫോറസ്റ്റിനുള്ള സ്പോഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് 170 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് വേണ്ടി വന്നത് ഇത് ബേക്കായി കിട്ടാൻ കേട്ടോ. അതുപോലെ സെൻറ്ററിൽ കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും കേക്ക് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് കേട്ടോ. ഇനി ഇത് ചൂടാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കേക്ക് ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നൈഫോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ടൂളോ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് സൈഡൊന്ന് വിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. നമ്മളുടെ കേക്ക് കണ്ടില്ലേ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കേക്കിനെ ഒന്ന് ലെയറാക്കി കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കേക്ക് 2 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 ലെയറാക്കിയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. 3 ലെയറാക്കി കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കേക്കിന് കുറച്ചും കൂടെ നല്ല ഹൈറ്റ് തോന്നിക്കും. കണ്ടില്ലേ, ലെയറാക്കി കട്ട് ചെയ്യാനുള്ള ടൂളില്ലാതെ തന്നെ നൈഫ് ഉപയോഗിച്ച് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത സ്പോഞ്ച് നമുക്ക് ഇതുപോലെ തന്നെ 2 ലെയറാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ഇതാ നമ്മളുടെ 2 കേക്കുകളും ഇവിടെ ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്കിത് നല്ല ഭംഗിയുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു കേക്ക് ബോർഡിലോട്ട് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ കേക്ക് വഴുതി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണേ. ഇനി അതിലോട്ട് നമ്മളുടെ ഫസ്റ്റത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ അതിനൊന്ന് വെറ്റ് ചെയ്യാം ഷുഗർ സിറപ്പ് വെച്ചിട്ട്. ഷുഗർ സിറപ്പിൽ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല, പഞ്ചസാരയും വെള്ളവും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ കുറച്ച് ഗനാശയോ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് വരും നമ്മളുടെ കേക്കിന്. ഇനി അതിൻ്റെ മേലെ നമുക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമിൻ്റെ അളവ് നമ്മളുടെ ഇഷ്ടത്തിനാണ്. ചിലർക്ക് ഒരുപാട് ക്രീം ഇഷ്ടമുള്ളവരുണ്ടാവും, ചിലർക്ക് അധികം ക്രീം ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ചെറി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിന് പകരം സ്ട്രോബെറി വേണമെങ്കിൽ സ്ട്രോബെറി ഇട്ട് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ സ്ട്രോബെറി ക്രഷ് വാങ്ങാൻ കിട്ടും, അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ ചോക്ലേറ്റ് ഗനാഷയോ ഒക്കെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ, ഫില്ലിംഗ് ആയിട്ട്. ഇനി അതിൻ്റെ മേലെ നമുക്ക് അടുത്ത കേക്ക് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വെറ്റ് ചെയ്ത ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച ചെറി വിതറിയ ശേഷം പിന്നെ അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ബാക്കി വരുന്ന ലെയറുകളും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഈ കേക്ക് ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ചും കൂടെ ക്രീം നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഒരുപാട് ക്രീമൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി എക്സസ് ആയിട്ടുള്ള ക്രീമൊക്കെ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാം. കേക്കിൻ്റെ മുകൾ ഭാഗവും കൂടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് നമ്മുടെ കേക്ക് മുഴുവനായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ കേക്ക് ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ ഒരു 30 മിനിറ്റോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കാം.
ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കേക്ക് പുറത്തെടുത്ത് വെച്ചു. ഇനി നമുക്ക് ഈ കേക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്രീം വേണ്ടി വരില്ല. മാത്രമല്ല നല്ല എളുപ്പത്തിൽ പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യാനും പറ്റും. ഇനി സ്പാച്ചിൽ വെച്ചിട്ട് കേക്ക് ലെവൽ ചെയ്തെടുക്കാം. സ്പോഞ്ച് നല്ല സൂപ്പറായി വന്നിട്ടുണ്ടെങ്കിലും ഐസിങ് അങ്ങോട്ട് ശരിയാവണില്ല എന്ന് ഒരുപാട് പേര് വിഷമം പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മളുടെ കേക്ക് കിട്ടാം. ഇനി ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ള ക്രീമുകളൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. കേക്കിൽ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഷാർപ്പ് എഡ്ജ് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇൻഷാ അല്ലാ പിന്നെ ഒരു ദിവസം പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ വിശദമായിട്ട് പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത്ത് കൂടിപ്പോവും. ഇനി ഞാൻ കേക്ക് ബോർഡിലുള്ള ക്രീമൊക്കെ ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കളയുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കാം. ഈ ചോക്ലേറ്റ് നമ്മളൊന്ന് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം കേക്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. നമുക്ക് ഇത്രയും വലിയ വലിയ പീസസ് ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെക്കുക. അതിന് ശേഷം കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അതല്ലെങ്കിൽ ചീസ് ഗ്രേറ്റ് ചെയ്യുന്ന ടൂൾ വെച്ചിട്ടും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നല്ല തിന്നായിട്ടുള്ള ചോക്ലേറ്റ് പീസസ് നമുക്ക് കിട്ടും. ഇനി ഈ കേക്ക് ബോർഡിൽ വീണിട്ടുള്ള ചോക്ലേറ്റ്സൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. നമ്മളുടെ കേക്കിലൊന്നും തട്ടാതെ സൂക്ഷിച്ച് വേണം കേട്ടോ ഇത് മാറ്റിയെടുക്കാനായിട്ട്. ഇനി ഈ കേക്കിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഈ കാണുന്ന ഫ്ലവർ നോസിൽ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഈ കേക്കിൻ്റെ മേലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചെയ്യണത് നല്ല സിമ്പിളായിട്ടുള്ള പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതാ കഴിക്കാനും കാണാനും ഒക്കെ നല്ല സൂപ്പറായിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കേക്കൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, കേക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഉൾഭാഗം നോക്കി ശരിക്കും നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു രൂപം തന്നെ ഉണ്ടല്ലേ കാണാനായിട്ട്. കഴിക്കാനും അതേ കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള കേക്കാണ്. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാനിതിൽ ഫില്ലിംഗ് ആയിട്ട് ഒരുപാട് ക്രീമൊന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഇത്തിരി കട്ടിയിൽ ക്രീം വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ സെയിൽ ചെയ്യാനാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനോട് ചോദിക്കുക ക്രീം അധികം വേണോ എന്നുള്ള കാര്യം. അപ്പോൾ കൂടുതൽ സംസാരിച്ച് വൈകിപ്പിക്കണില്ല. നല്ല ടേസ്റ്റുള്ള അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ ധൈര്യമായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോട്ടോസും കമൻറ്റും ഒക്കെ ആയിട്ട് എന്നെ അറിയിക്കുക. എൻ്റെ ഇനിയുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്